നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു മെത്തേഡേ ഉള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി നല്ലത് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാതുള്ള ജീവിതം. അതാണ് ഏറ്റവും നമുക്ക് പവർഫുള്ളായിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ജീവിതമായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേര് പുകഴ്ത്തുന്ന ഒരു സന്ദർഭം വരും. എപ്പോഴാണ് അറിയോ? നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ മാത്രമേ ഇവർക്കെല്ലാം തൃപ്തിയായിട്ട് നമ്മളെ പുകഴ്ത്താനുള്ളൊരു അവസരം എല്ലാവരും കൂടി ഇന്ന് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മളെപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്, യുദ്ധഭൂമിയുടെ നടുക്കാണ് നിൽക്കുന്നത്. കാരണം ഇവരെ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ബന്ധുക്കളാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ 4 സൈഡിൽ കൂടെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അവരോടെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എപ്പോഴും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് ജീവിക്കുക. നമ്മുടെ അച്ചീവ്മെൻറ്റ്, നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നല്ല അച്ചീവേഴ്സ് എല്ലാം അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കും. ബാക്കി ഒരു ജോലി ഇല്ലാത്ത ആൾക്കാരാണ് ബാക്കിയുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നല്ല ഒരാളാവണമെങ്കിൽ, നല്ല ഒരു ക്യാരക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഫോക്കസ് ചെയ്യുക. നമ്മൾ ആൾക്കാരെന്ത് പറയുന്നത് കേൾക്കാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം മുമ്പോട്ട് സഞ്ചരിച്ച് പോവുക. യുദ്ധമാണ് നമ്മുടെ ജീവിതം. യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചു പോവുക. ഓക്കെ.